നമുക്കിനിയൊരു സയൻസ് ഫിക്ഷൻ ഡ്രാമ കാണാം. ടൈം ലൂപ്പ് ഡ്രാമ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ടൈം ലൂപ്പ് എന്താണെന്ന് ഒന്നുകൂടി പറയാം. പ്രത്യേക സമയപരിധിക്കുള്ളിൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയാണ് ടൈം ലൂപ്പ്. അതിനുള്ളിലെ മിസ്റ്ററി സോൾവ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയൂ. കോളേജ് സ്റ്റുഡൻ്റായ നമ്മുടെ ഹീറോയിൻ കുറേ ബുക്സ് വാങ്ങാനായി ഒരു ബസ്സിൽ കയറി പോയതാണ്. പക്ഷെ ബസ്സിനുള്ളിൽ വെച്ച് അവളൊരു ടൈം ലൂപ്പിൽ അകപ്പെടുകയാണ്. അങ്ങനെ പലതവണ മരിക്കേണ്ടി വന്ന ഹീറോയിൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിലെ മിസ്റ്ററി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ ഹീറോയെ കൂടി ടൈം ലൂപ്പിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അവർക്ക് മിസ്റ്ററി സോൾവ് ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നൊക്കെ നമുക്ക് ഡ്രാമ കണ്ടു തന്നെ അറിയാം. ഡ്രാമയുടെ തുടക്കത്തിൽ സിറ്റിയിലൂടെ പോകുന്ന 45 നമ്പർ ബസ്സിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. അത് ഉടനെ പൊട്ടിത്തെറിക്കും. ഞാനിപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിൽ ഇനിയും യാത്രക്കാരുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് നമ്മുടെ ഹീറോയിൻ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്ന വോയിസാണ് കേൾക്കുന്നത്. അവൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ആക്സിഡന്റ് തടയാൻ അവർക്ക് കഴിയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ഒരു സിഗ്നലിൽ നിന്ന് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ബസ് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ബസ്സിലിരുന്ന് ഉറങ്ങുന്ന ഹീറോ ഹീയുനെയും ഹീറോയിൻ ലിഷിയെയുമാണ്. ലിഷി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അവളുടെ ഞെട്ടൽ കാരണം ഡിസ്റ്റർബായ ഹെയ്നും ഉണരുന്നുണ്ട്. അവൾ എന്തോ ഒരു ദുർസ്വപ്നം കണ്ടതുപോലെ ആകെ വെപ്രാളപ്പെടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ ടെൻഷൻ കണ്ടിട്ട് അവൻ ബാഗ് തുറന്ന് ടിഷ്യൂ എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അവന്റെ കൈ അവളുടെ നെഞ്ചിൽ തട്ടുന്നു. അബദ്ധം പറ്റിയതാണ്, ബാഗിന്റെ സിബ് ടൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ പെട്ടെന്ന് സോറി പറയുന്നുണ്ടെങ്കിലും അവൻ്റെ പൂവാലനാണ്. വണ്ടി സ്റ്റേഷനിലേക്ക് വിടണമെന്ന് പറഞ്ഞ് അവൾ ഡ്രൈവറുടെ എത്തിയെന്ന് ആകെ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോഴേക്ക് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം കൂടി ഹെയിൻ്റെ നേർക്ക് തിരിയുന്നു. ഞാൻ പൂവാലനല്ല, സഹായിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് വണ്ടി വിടണമെന്ന് പറഞ്ഞവൾ പിന്നെയും പ്രശ്നമുണ്ടാക്കിയപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പാലം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. ഞാനിവിടെ നടന്നതൊക്കെ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല എല്ലാവരെയും കൂടി സ്റ്റേഷനിലേക്ക് പോകുന്നത് ശരിയാകില്ല, ഞങ്ങൾക്ക് പല അത്യാവശ്യങ്ങളും ഉള്ളതാണെന്ന് പല യാത്രക്കാരും അഭിപ്രായം പറയുന്നു. എങ്കിൽ പിന്നെ ബസ് ഇവിടെ നിർത്തിയാൽ മതി, ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൾ പിന്നെയും ബഹളം വയ്ക്കുന്നു. ബസ് അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയില്ല, അടുത്ത സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുകയുള്ളൂ എന്നവർ പറയുന്നുണ്ടെങ്കിലും പാലം കടക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇറങ്ങണമെന്ന് ചിന്തിച്ച് അവൾ പിന്നെയും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം കുറേ യാത്രക്കാർ കൂടി സപ്പോർട്ട് ചെയ്ത് അവളെ വഴിയിൽ ഇറക്കിവിടാൻ ഡ്രൈവറോട് പറയുന്നതിനാൽ അയാൾ വണ്ടി നിർത്തി അവളെ ഇറങ്ങാൻ അനുവദിക്കുന്നു. സ്റ്റേഷനിൽ പോയി സാക്ഷി പറയാൻ കൂടെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ എന്ന് അവൾ എല്ലാവരോടും ചോദിച്ചെങ്കിലും ആരും തയ്യാറാകുന്നില്ല. അവസാനം ഹീനയും കൂടി അവൾ ബലമായി പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം ബസ് മുന്നോട്ട് വിട്ടു പോകുന്നു. അതുവരെയുള്ള ടെൻഷനൊക്കെ മാറി അവൾ ആശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നത് കണ്ട് നീ സ്റ്റേഷനിലേക്ക് പോകുന്നില്ലേ എന്നവൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പൂവാലനല്ല എന്നെനിക്കറിയാം, കൂടുതലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നവൻ പുറകിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനൊരു ടാക്സിയിൽ കയറി പോകുന്നത് കാണുന്നു. അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവൾ വീണ്ടും ഫോൺ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്. അതിൻ്റെ ഞെട്ടലിൽ തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ റോഡിൽ നിൽക്കുകയായിരുന്ന അവളെ ഒരു ബൈക്ക് വന്നിരിക്കുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് അവൾക്ക് പരിക്ക് പറ്റുന്നുണ്ടെങ്കിലും ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ ബോർഡ് അവൾ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. ലിഷിയെ ആരോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അവൾക്ക് വലിയ പരിക്കൊന്നും ഇല്ലാതിരുന്നതിനാൽ കുറച്ച് സമയം അവിടെ കാഷ്വാലിറ്റിയിൽ കഴിയേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും തലയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കാര്യമായി പരിശോധിക്കണമെന്നൊക്കെ അവൾ ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിനാൽ ഒരു റൂമിലേക്ക് മാറ്റി ഒബ്സർവേഷനിൽ കിടത്താൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ആ സമയത്താണ് എക്സ്പോഷൻ നടന്ന സ്ഥലത്തു നിന്നുള്ള പേഷ്യൻസിനെയും കൊണ്ട് ആംബുലൻസ് അവിടെ എത്തുന്നത്. ഡോക്ടേഴ്സ് എല്ലാം അവർക്ക് പുറകെ പോകുന്നു. അവരുടെ കൂട്ടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ ഹിയുനെ ലിഷി കാണുന്നു. അതിനുശേഷം അവളെ റൂമിലേക്ക് മാറ്റുകയാണ്. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് അപകടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നിടയിലാണ് അപകടം നടക്കുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പിൽ വെച്ച് ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള 10 യാത്രക്കാരിൽ 8 പേരുടെ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 പേർ മിസ്സിംഗ് ആണ് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചീഫ് അറിയുന്നത്. 2 സ്റ്റോപ്പിനിടയിലുമുള്ള CCTVകൾ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ലിഷിയും ഹെയ്നയും വഴിയിൽ ഇറങ്ങുന്നത് അവർ കാണുന്നു. ലൈൻ ബസ് അങ്ങനെ സ്റ്റോപ്പിലല്ലാതെ വഴിയിൽ നിർത്താനുള്ള പെർമിഷൻ ഇല്ല. അവൾ അങ്ങനെ വഴിയിൽ ഇറങ്ങിയതും അതിനുശേഷം ബസ്സിന്റെ സ്പീഡ് അമിതമായി കൂടി ആക്സിഡന്റ് സംഭവിച്ചതുമൊക്കെ അവരിൽ സംശയമുണ്ടാക്കുന്നു. അങ്ങനെ അന്വേഷണം ലിഷിയിലേക്ക് എത്തുന്നു. അവൾ ഹോസ്പിറ്റലിലാണെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവുന്ന കണ്ടീഷനിലാണ്. പക്ഷേ അധിക സമയം സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ ചോദ്യം ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് ഡോക്ടർ അവളെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ നൽകുന്നു. ജൂനിയേഴ്സായ 2 പേരാണ് അവളെ ചോദ്യം ചെയ്യാൻ എത്തിയത്. അവരിൽ ജിയാങ് എന്ന ആളാണ് അവളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. ആക്സിഡന്റ് ഷോക്ക് കൊണ്ടാവണം, അവൾക്ക് കഴിഞ്ഞ സംഭവങ്ങളൊന്നും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ മറുപടി അയാളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം കള്ളം പറയുന്നത് പോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റഫായിട്ടാണ് അയാൾ ഓരോന്നും ചോദിക്കുന്നത്. എന്തിനാണ് സ്റ്റോപ്പില്ലാത്തടത്ത് ബസ് നിർത്തിച്ച് അർജന്റായി പുറത്തിറങ്ങിയതെന്ന് ചോദിച്ചിട്ട് അവൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ചെക്ക് ചെയ്ത ശേഷം മറ്റൊരു ഓഫീസർ അവനെ വിളിച്ചിട്ട് അവൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഒരു നോർമൽ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അവളെ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ ഇറങ്ങിയ ഉടനെ ബസ് അപകടത്തിൽപ്പെട്ടതുകൊണ്ട്
അവൾക്ക് അതുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട് എന്ന രീതിയിൽ ജിയാങ് ഓഫീസറുമായി തർക്കിച്ച ശേഷം തിരികെ എത്തി വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴും പരസ്പരം ബന്ധമില്ലാതെ പല കാര്യങ്ങളാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ചീഫും അവിടെ എത്തുന്നു. പക്ഷേ അപ്പോഴും കൂടുതലൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. അവൾ കള്ളം പറയുകയാണെന്ന രീതിയിൽ അവൾക്ക് നേരെ തിരിയുന്നു. ചീഫിന് അവൾ പറയുന്നതിൽ വിശ്വാസം തോന്നിയതുകൊണ്ട് അദ്ദേഹം ഫോണിലുണ്ടായിരുന്ന അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ അവളെ കാണിച്ചിട്ട് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാൻ പറയുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വന്നതുപോലെ അവൾക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഓഫീസർമാർ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുടിക്കാൻ വെള്ളവും നൽകുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം ഓർമ്മ വന്നു എന്ന് അവൾ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ അവൾ തയ്യാറാകുന്നില്ല. ചീഫ് ബാക്കി രണ്ടുപേരെയും പുറത്തിറക്കി തനിച്ച് അവളുടെ അടുത്ത് വന്നിരുന്ന് ഓർമ്മ വന്നൊക്കെ പറയാൻ ആവശ്യപ്പെടുന്നു. അവൾക്ക് ധൈര്യം നൽകുകയും ചെയ്യുന്നു. അവസാനം സംഭവിച്ചത് ഓരോന്നായി അവൾ പറഞ്ഞു തുടങ്ങുന്നു. അദ്ദേഹം അവളുടെ പെർമിഷനോടെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവൾ കുറച്ച് ബുക്സ് വാങ്ങാനായി 45 നമ്പർ ബസ്സിൽ കയറിയതാണ്. ആ ബസ്സിൽ സ്ഥിരം കയറാറുള്ളത് കൊണ്ട് അതിൻ്റെ ഡ്രൈവറെ അവൾക്ക് നല്ല പരിചയമുണ്ട്. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അധിക സീറ്റൊന്നും കാലിയുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു സീറ്റിൽ അവൾ ചെന്നിരിക്കുന്നു. അവിടെ ഓൾറെഡി ഹീനിരുന്ന് ഉറങ്ങുന്നുണ്ട്. ബസ്സിൽ കയറിയാൽ ഉടനെ തന്നെ ഉറക്കം പിടിക്കുന്ന ശീലം അവൾക്കും ഉള്ളതുകൊണ്ട് അധികം വൈകാതെ അവളും ഉറക്കം പിടിക്കുന്നു. കുറച്ച് പഴയ മോഡലിലുള്ള ഒരു ഫോണിൻ്റെ റിംഗ്ടോൺ കേട്ടാണ് അവൾ ഉണർന്നത്. അതിൻ്റെ ശബ്ദം കുറച്ച് ഉച്ചത്തിലായിരുന്നു. അധികം വൈകാതെ തന്നെ വലിയൊരു പ്രകാശം മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തോന്നി. ബസ് ബ്രേക്ക് പിടിച്ചപ്പോൾ തല മുന്നോട്ടാഞ്ഞ് മുമ്പിലെ കമ്പിയിൽ ഇടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ശരീരമാകെ പൊള്ളുന്നത് പോലെ തോന്നുകയും വേദനിക്കുകയും ചെയ്തു. പിന്നെ ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് പോലെ തോന്നി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴും ഞാൻ ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സ്വപ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നറിയാൻ ഞാൻ ഫോണെടുത്ത് മുഖം നോക്കിയെങ്കിലും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ചുറ്റും നോക്കിയപ്പോഴാണ് ഒരുപാട് സമയമായി ഉറക്കമായിരുന്നു. ബസ്സിലിപ്പോൾ അധികം യാത്രക്കാരില്ല എന്നറിയുന്നത്. അപ്പോഴേക്കും നേരത്തെ കേട്ട റിംഗ്ടോൺ വീണ്ടും കേൾക്കാൻ തുടങ്ങി. സ്വപ്നത്തിൽ കേട്ട റിംഗ്ടോൺ നേരിട്ട് കേട്ടപ്പോൾ ഞാൻ നേരത്തെ സ്വപ്നം കണ്ടത് തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോഴേക്കും നേരത്തെ കണ്ടതുപോലെ ഒരു പ്രകാശം അവിടേക്ക് വന്നു. പക്ഷേ ഇത്തവണയാണ് അതൊരു പൊട്ടിത്തെറിയാണെന്ന് വ്യക്തമായി മനസ്സിലായത്. ഞാനിരുന്ന ബസ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് എന്ന് അവൾ പറയുന്നു. കുറേ സമയമായി അവൾ പറയുന്നത് കേട്ട് മുറിയുടെ വാതിക്കൽ നിൽക്കായിരുന്ന 2 ഡിറ്റക്റ്റീവുമാർക്കും അവൾ കള്ളം പറയുകയാണെന്ന രീതിയിൽ ക്ഷമ നശിച്ചിരുന്നു. ചീഫിനും അവൾ പറയുന്നത് വിശ്വാസം വന്നില്ലെങ്കിലും അദ്ദേഹം ഇതുവരെ ക്ഷമ കൈവിട്ടിട്ടില്ല. ഈ സമയത്ത് ഹീൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നവൾക്ക് മെസ്സേജ് വരുന്നു. മുമ്പ് നടന്നതൊക്കെ 3ാമത്തെ തവണയും ആവർത്തിച്ചു എന്ന് ലിഷി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ജിയാങ്ങിന്റെ ക്ഷമ നശിച്ച് അവൻ അവൾക്ക് നേരെ തട്ടിക്കയറുന്നു. ചീഫ് അവനെ ഹീവിന്റെ കണ്ടീഷനെ കുറിച്ച് നോക്കാനായി പറഞ്ഞയക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ താങ്കൾക്ക് വിശ്വാസമായോ എന്ന് അവൾ ചീഫിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അവളോട് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. 3ാമത്തെ തവണ ഉണർന്നപ്പോൾ ഞാൻ സ്വപ്നം കാണുകയല്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. പക്ഷെ 2 തവണ തുടർച്ചയായി ഒരു പൊട്ടിത്തെറിയിലൂടെ കടന്നു പോയതുകൊണ്ട് എൻ്റെ ആദ്യ ശ്രമം എങ്ങനെയെങ്കിലും ബസ്സിൽ നിന്ന് പുറത്തു കടക്കാനായിരുന്നു. ഞാൻ പലത് ചെയ്തു നോക്കിയെങ്കിലും ഒന്നുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. ഞാൻ ഫയർ ലാമ്പ് ഓണാക്കിയതോടെ ബസ് മുമ്പത്തെ പോലെ തന്നെ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് അടുത്ത തവണ വീണ്ടും ഉണർന്നപ്പോൾ ഞാൻ അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയില്ല. അത്തവണ ഹേയുവിൻ്റെ കൈ അവളുടെ നെഞ്ചിലിടിച്ചെങ്കിലും അത് കാര്യമാക്കാതെ അവൾ എഴുന്നേറ്റ് പോയി നെഞ്ചു വേദനിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിടുമോ എന്ന് ഡ്രൈവറോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. പാലം കടന്നാൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് പോകാമെന്നൊരു യാത്രക്കാരൻ പറഞ്ഞപ്പോൾ ഡ്രൈവറും അത് സമ്മതിക്കുന്നു. സിഗ്നലിൽ എത്തിക്കഴിയുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതിനു മുമ്പ് വണ്ടി മറ്റേതെങ്കിലും വഴിക്ക് വിടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ എൻ്റെ ഒപ്പം ഞാൻ ബസ്സിൽ നിന്ന് വലിച്ചിറക്കിയ പയ്യനൊഴികെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അയാൾ മാത്രം ആംബുലൻസ് വിളിക്കണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അമ്മ അവരുടെ കൈവശമുണ്ടായിരുന്ന നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് തന്നതിനാൽ അതും കഴിച്ച് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ആ തവണ അപകടം നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായി കണ്ടിരുന്നു. എന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തിരക്ക് കൊണ്ടാകണം ഡ്രൈവർ നല്ല സ്പീഡിൽ വണ്ടിയെടുത്തു. ആ സമയത്തൊരു ഡെലിവറി ബോയ് സ്കൂട്ടറുമായി സൈഡിൽ നിന്ന് കയറി വന്നത് കാരണം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ബസ് നിയന്ത്രണം തെറ്റി എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിച്ചാണ് പൊട്ടിത്തെറിച്ചത് എന്ന് അവൾ പറയുന്നു. ഇതുവരെ അവൾ പറയുന്നതൊക്കെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ കേട്ടുകൊണ്ടിരുന്ന ചീഫ് ഇപ്പോൾ അപകടം നടന്ന രീതി അവൾ കൃത്യമായി പറഞ്ഞപ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും സീരിയസ് ആയി കാര്യങ്ങൾ എടുത്തത്. കാരണം അവരുടെ അറിവിൽ അപകടം നടക്കുന്ന സമയത്ത് അവൾ ബസ്സിലില്ല. അതിന് കുറേ മുമ്പ് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവൾക്ക് കൃത്യമായി അപകടം നടന്ന രീതി മനസ്സിലായതെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് വാതിക്കൽ നിൽപ്പുണ്ടായിരുന്ന ഡിറ്റക്റ്റീവിനോട് അവളുടെ ഫോൺ എവിടെ, ഫോണിൽ നോക്കിയാണോ അവൾ അപകടത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞത്, അതോ ഇനി നേരത്തെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ആരെങ്കിലും അവളുടെ അപകടത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. അതൊന്നും നടന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധത്തിൽ അപകടത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് അന്വേഷിച്ചു വരാൻ അദ്ദേഹം അവനെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും അവൾക്കരികിൽ ചെന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊന്നും താങ്കൾക്ക് വിശ്വാസമായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ ഇതെല്ലാം അനുഭവിച്ചതാണെന്നൊക്കെ അവൾ പറയുന്നു. 6ാമത്തെ തവണയും വീണ്ടും അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് അവൾക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മുമ്പത്തെ പോലെ ഹീൻ്റെ കൈ നെഞ്ചിൽ തട്ടിയതും അവൻ പൂവാലിനാണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അവൾ അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങിയതും. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രത്യേക പരിശീലനം നൽകിയിട്ടാണ് ഡ്രൈവർമാരെ അവരുടെ ജോലിക്ക് എടുക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഡോർ തുറന്നു കൊടുക്കാൻ പാടുള്ളതല്ല. അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി വിടേണ്ടതാണ്.
പിന്നെ എന്തുകൊണ്ടാണ് അയാൾ നിങ്ങൾക്ക് ഡോർ തുറന്നതെന്ന് ചീഫ് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. അവനെ കൂടി രക്ഷപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കിയത്. പുറത്തിറങ്ങിയ ശേഷം ഞാൻ അധികം സംസാരിച്ചതുമില്ല. അവനൊരു ടാക്സി വിളിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അവസാനം അവൻ ഇവിടെ തന്നെ എത്തി എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ ഒരു ടൈം ലൂപ്പിലാണെന്ന് തോന്നുന്നു എന്ന് ചീഫ് അവളോട് പറയുന്നു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾക്ക് മനോരോഗമാണെന്ന രീതിയിൽ മുമ്പ് ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എനിക്ക് വട്ടായതാണോ എന്ന് ഞാനും ആദ്യം ചിന്തിച്ചു. ഡോക്ടറോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ ഒന്നുകൂടി പോയി ചോദിക്കണമെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴാണ് ഹീലിൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കോൾ വന്നത്. അവളോട് തൽക്കാലം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു. ഒരു ഫീമെയിൽ ഓഫീസറെ വിളിച്ച് അവളുടെ സെക്യൂരിറ്റി ഏൽപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. ഹീൻ ഈ സമയം എമർജൻസി റൂമിൽ കിടന്ന് മരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ബസ്സിൽ ഉണരുന്നുണ്ട്. ആദ്യം ലിഷയ്ക്ക് ഫീൽ ചെയ്തതുപോലെ അവനും ആകെ ടെൻഷനായി ചുറ്റും നോക്കുന്നു. പിന്നീട് സ്വപ്നമായിരിക്കുമെന്ന് കരുതി സമാധാനിക്കുന്നു. അതിനുശേഷമാണ് അടുത്തിരുന്ന് ഉറങ്ങുന്ന ലിഷയെ അവൻ കണ്ടത്. അവൾ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഉറക്കമായിരുന്ന അവൻ ഇപ്പോഴാണ് ശരിക്കും നേരിട്ട് അവളെ കാണുന്നത്. പക്ഷെ സ്വപ്നത്തിൽ അവളെ കണ്ടതുകൊണ്ട് സംഭവിച്ചതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് സംശയിച്ച് അവൻ അവളെ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.